ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട. വളരെ ശക്തിയുറ്റ വാക്കുകളാണത്. ഭയപ്പെടേണ്ട. ഏതെല്ലാം തരത്തിലുള്ള ഭയപ്പാടുകളാണ് നമുക്കുള്ളത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെല്ലാം ഭീതി വിഷയങ്ങളാണുള്ളത്? ഏതെല്ലാം ആങ്സൈറ്റീസ് ആൻഡ് ഫിയേഴ്സ്, എന്തെല്ലാം നമ്മെ അലട്ടുന്ന ഭയപ്പാടുകളും ഭീതികളുമാണ് നമുക്കുള്ളത്? ഏതെല്ലാം ഹൃദയത്തിലെ ചില ഉത്കണ്ഠകൾ, ഹൃദയത്തിലെ ചില ആശങ്കകൾ, ഹൃദയത്തിലെ ചില ഭയങ്ങൾ, ചില സംശയങ്ങൾ, എന്തെല്ലാമാണ് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട എന്നാണ് പറയുന്നത്, പേടിക്കേണ്ട എന്നാണ് പറയുന്നത്. ഭയപ്പെടേണ്ട. അപ്പോസ്തലനായ യോഹന്നാൻ ഏകാഗിയായി പത്മോസിൽ കഴിയുകയായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലം അതാണ്. ഡൊമീഷ്യൻ ചക്രവർത്തി, റോമൻ ചക്രവർത്തിയായ ഡൊമീഷ്യൻ അപ്പോസ്തലനായ യോഹന്നാനെ എണ്ണയിലിട്ട് പൊരിക്കാൻ തീരുമാനിച്ചു. സുവിശേഷം പറയുന്നതുകൊണ്ട് മാത്രമാണ്, സത്യസുവിശേഷം പ്രസ്താവിക്കുന്നതുകൊണ്ട് മാത്രം. എക്കാലത്തും അങ്ങനെയാണ്. ജീവൻ്റെ സുവിശേഷം പറയുന്നവർക്ക് എതിർപ്പുണ്ടാകും, അവർക്ക് പ്രതിസന്ധി ഉണ്ടാകും, അവർക്ക് പീഡയുണ്ടാകും, അവർക്ക് ഉപദ്രവം ഉണ്ടാകും, അവർക്ക് അനേകം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അന്ന് ഡൊമീഷ്യൻ ചക്രവർത്തി തിളച്ച എണ്ണയിലേക്ക് ഇട്ടു അപ്പോസ്തലനെ. പക്ഷേ അപ്പോസ്തലനെ തിളച്ച എണ്ണയിലെ ആ ഉരുകുന്ന അനുഭവം അപ്പോസ്തലന് തൊട്ടില്ല. ഒരു കേടും വന്നില്ല. ചക്രവർത്തി നോക്കിക്കൊണ്ടിരുന്നു. ആ ഉരുകുന്ന എണ്ണയിൽ കിടന്ന് പിടയുന്നത് കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ പിടഞ്ഞില്ല. ചക്രവർത്തി ഓർത്തു, കൊന്നാലും ചാവില്ലല്ലോ. അവസാനം ഡൊമീഷ്യൻ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും തീരുമാനിച്ചു, ഈ മനുഷ്യനെ ഇവിടെ ഇനി നിർത്തിയാൽ കുഴപ്പമാണ്. അനേകരെ യേശുവിൽ വിശ്വസിച്ച് പോകും. അതൊരുപക്ഷേ നമ്മുടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളകിപ്പോകും. നാം പടുത്തുയർത്തിക്കുന്ന റോമൻ സാമ്രാജ്യം അത് ഇളകിപ്പോകുന്നതിന് കാരണമായി തീരില്ല ഈ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ. ഈ യോഹന്നാൻ അപ്പോസ്തലൻ അദ്ദേഹം അവിടെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് കൊണ്ട്, ഇത്രയും വലിയ മഹാത്ഭുതം നടന്നതുകൊണ്ട് വലിയ നാശം പക്ഷേ ഈ റോമൻ സർക്കാരിനുണ്ടാകുമെന്ന് അവർ ഭയന്നു. ഒരിക്കലും യോഹന്നാൻ അപ്പോസ്തലൻ ഒരിക്കലും സർക്കാരിനെതിരല്ലായിരുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ ഒരിക്കലും സർക്കാരിനെതിരായിട്ട് മിണ്ടിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അന്ന് ഭരണാധികാരികൾക്കെതിരായിട്ടോ ഭരണവർഗത്തിനെതിരായിട്ടോ ഭരണത്തിനെതിരായിട്ടോ ഒന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ അവർ അകാരണമായി സംശയിച്ചു. എന്നും സുവിശേഷകരെ അകാരണമായി സംശയിക്കും, കാരണമില്ലാതെ സംശയിക്കും, കാരണമില്ലാതെ തെറ്റിദ്ധരിക്കും, കാരണമില്ലാതെ ഉപദ്രവിക്കും. അന്ന് അപ്പോസ്തലനായ യോഹന്നാനെ എണ്ണയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ നാട് കടത്താൻ തീരുമാനിച്ചു. പത്മോസിലേക്ക് നാട് കടത്തി. പത്മോസിൽ ഏകാഗിയായി കഴിയുകയാണ്. ചുറ്റും പെരുവെള്ളം, ആർത്തലയ്ക്കുന്ന കടലിൻ്റെ ഇരമ്പൽ, കടലിലെ തിരമാലകൾ അങ്ങ് തെറുത്തുയർന്നു വരുന്നു. അപ്പോസ്തലന് ഒരു ഭീതിയുമില്ല. എന്ത് ജീവിച്ചാലെന്ത് മരിച്ചാലെന്ത്, എവിടെയാണെങ്കിലും കർത്താവിനോട് കൂടെ. മരിക്കുകയാണോ? മരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് ഉയരത്തിൽ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ ഈ മനുഷ്യനൊന്ന് നിർജീവനായി കഴിഞ്ഞിട്ട് വേണം കൊത്തി മാംസം പിച്ചി ചീന്തി എടുക്കാൻ, അസ്ഥി കഷ്ണം മാറ്റിയിടാൻ. കഴുകുകൾ വട്ടമിട്ട് പറക്കുന്നു. അപ്പോസ്തലനറിയാം, ഏതാനും ദിവസത്തിനകം ഞാൻ മരിക്കും, എൻ്റെ ഈ ശരീരത്തിലെ മാംസം ഈ കഴുകന്മാർ കൊത്തി കീറും. അപ്പോസ്തലനറിയാം, അനേകം പേരുടെ അസ്ഥി കഷണങ്ങൾ ചിതറിക്കിടപ്പുണ്ട് ചുറ്റുപാടും. അസ്ഥി കഷണങ്ങൾ ഇതുപോലെ പീഡയേറ്റും ഇതുപോലെ യാതനയേറ്റും മരിച്ച, ശിക്ഷയേറ്റ് ഏകാഗികളായി കിടന്ന് മരിച്ച, ഭക്ഷണമില്ലാതെ പാനീയമില്ലാതെ വലഞ്ഞ് ദാഹിച്ച് വിശന്ന് പൊരിഞ്ഞ് മരിച്ച അനേകം ആളുകളുടെ ശരീരത്തിൽ നിന്ന് മാംസം പിച്ച് ചീന്തി എടുത്തതിന് ശേഷമുള്ള അസ്ഥി കഷ്ണങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. ഉണങ്ങിയ അസ്ഥി കഷ്ണങ്ങൾ, ചില പച്ച അസ്ഥി കഷ്ണങ്ങൾ. അതുപോലെ ഒന്നായിത്തീരും എൻ്റെ അസ്ഥികളും. അപ്പോസ്തലനറിയാം. പക്ഷേ ഭയപ്പാടൊന്നുമില്ല, ഭയപ്പാടില്ല. അപ്പോസ്തലൻ നോക്കി, ആർത്തിരമ്പി വരുന്നതായ കടലിലെ തിരമാലകളിലേക്ക് നോക്കി. തിരമാലകൾ വന്ന് പാറമേൽ വന്ന് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഘോരമായ ശബ്ദം, വലിയ ഇരമ്പൽ ശബ്ദം. പക്ഷേ അപ്പോസ്തലൻ അവിടെയും പേടിയില്ല. കാരണം എത്ര കണ്ടതാണ് ഈ ഇരമ്പൽ. ഗലീലക്കടലിലെ ഓളങ്ങളുടെ മീതെ നടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു ഓളങ്ങളെ അമർത്തുകയും തിരമാലകളെ ശാന്തമാക്കുകയും ചെയ്തതെല്ലാം കണ്ടതല്ലേ. അപ്പോസ്തലന് ഭയമില്ല, പേടിയില്ല. ആ തിരമാലകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. നമുക്ക് വായിക്കാം ആ ഭാഗം. ഇത് 1-ാം അധ്യായം 10-ാം വാക്യം മുതൽ. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി
ആത്മാവിൽ വിവശതയായി, ആത്മാവിൽ നിറഞ്ഞു. പരിശുദ്ധാത്മ ഉള്ളത്തിലേക്ക് വന്നങ്ങ് നിറഞ്ഞു. ഈ വലിയ പീഡയുടെ മധ്യത്തിൽ ആത്മവിവശതയുണ്ടായി, വലിയ എതിർപ്പിൻ്റെ മധ്യത്തിൽ ആത്മവിവശതയുണ്ടായി. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫ്യ, ലവോദീക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. നീ കാണുന്നത് എഴുതുക, നീ കാണുന്നത് എഴുതുക, അയക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ്. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. തേജോമയനായി മഹത്വപൂർണ്ണനായ ക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. അപ്പോസ്തലനെ കേട്ടു. പെരുവെള്ളത്തിൻ്റെ എരിച്ചിൽ പോലത്തെ ശബ്ദം, ശരീരത്തെയും മനസ്സിനെയും ഉലയ്ക്കുന്നൊരു ശബ്ദം, ഞെട്ടലുളവാക്കുന്നൊരു ശബ്ദമാണ് ആദ്യം കേട്ടത്. നീ എഴുതുക, നീ അയക്കുക. നീ എന്താണ് എഴുതേണ്ടത്? നീ കാണുന്നത് എഴുതുക. ഒന്നും കുറയ്ക്കണ്ട, ഒന്നും കൂട്ടണ്ട. നീ കാണുന്നത് എഴുതുക. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ചില ദർശനങ്ങൾ ഞാൻ തരാൻ പോകുന്നു. നിനക്ക് ചില പ്രാവചനികമായ അർത്ഥതലങ്ങൾ നിനക്ക് ഞാൻ തരാൻ പോകുന്നു. നിനക്ക് വരാൻ പോകുന്ന ചില കാര്യങ്ങളുടെ വെളിപ്പാടുകൾ ഞാൻ നിനക്ക് തരാൻ പോകുന്നു. നീ കാണുന്നതെല്ലാം എഴുതി വയ്ക്കുക. കാണുന്നതെല്ലാം എഴുതിയിട്ട് അത് സഭകൾക്ക് അയക്കുക. 7 സഭകൾക്ക് അയക്കുക. എഫേസോസ് സഭയ്ക്ക്, സ്മുർന്ന സഭയ്ക്ക്, പെർഗമോ സഭയ്ക്ക്, തുയഥൈര സഭയ്ക്ക്, സർദീസ് സഭയ്ക്ക്, ഫിലദൽഫിയ സഭയ്ക്ക്, ലവോദിക്യ സഭയ്ക്ക് 7 സഭകൾക്ക് എഴുതുക എന്ന ശബ്ദം കേട്ടു. അപ്പോസ്തലൻ വാസ്തവത്തിൽ ആഗ്രഹിച്ചു. ഈ ശബ്ദം നല്ല പരിചയമുള്ള ശബ്ദമാണ്. പണ്ട് ഈ ശബ്ദം എത്രമാത്രം കുളിർമ പകർന്നതാണ്. ഈ ശബ്ദം കേട്ടല്ലേ ആശ്വാസം പ്രാപിച്ചത്. എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് ആ ശബ്ദം ഒരിക്കൽ വിളിച്ചതുകൊണ്ടല്ലേ അന്ന് ഗലീലക്കടലിൽ നിന്ന് പടകും വലയും വിട്ട് യേശുവിൻ്റെ പിന്നാലെ പുറപ്പെട്ടത്. പരിചയമുള്ള ഒരു ശബ്ദം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് പരിചയമുള്ളൊരു ശബ്ദം. അത് കർത്താവായ യേശുവിൻ്റെ ശബ്ദമാണ്. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ചിലതെല്ലാം നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കാൻ പോവുകയാണ്. നിങ്ങളെക്കൊണ്ട് ചില പ്രവൃത്തികൾ ചെയ്യിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ചില ഔദ്യോഗിക പദവികൾ തരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചില ഔദ്യോഗിക പദവികൾ, ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കാൻ പോവുകയാണ്. നീ എന്ത് കാണുന്നോ അത് എഴുതിക്കൊള്ളുക. എഴുതിയാൽ പോരാ, അത് അയച്ചു കൊള്ളുക. എൻ്റെ മക്കൾക്ക് നീ അയച്ചു കൊടുക്കുക. വരാനിരിക്കുന്ന കാര്യങ്ങളുടെ രഹസ്യങ്ങൾ നീ വെളിപ്പെടുത്തി കൊടുക്കുക. ഞാൻ നിനക്ക് കരുത വെളിപ്പാടുകൾ സൗജന്യമായി നിനക്ക് ലഭിച്ചു, നീ സൗജന്യമായി കൊടുത്തുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. എഴുതുക എന്നുള്ള ശബ്ദം കേട്ടു. അടുത്ത വാക്യം. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു. ഒരു ശബ്ദം കേട്ടു. കേട്ടപ്പോൾ തിരിഞ്ഞു. സ്നേഹിതരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ തിരിയണം. ശബ്ദം കേട്ടപ്പോൾ തിരിഞ്ഞു. കേൾക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു കൊള്ളണം. നാളെ ആകട്ടെ എന്ന് വിചാരിക്കരുത്. പിന്നെ ഒരു ദിവസം ആകട്ടെ എന്ന് വിചാരിക്കരുത്. അടുത്ത പ്രാവശ്യമാകട്ടെ എന്ന് വിചാരിക്കരുത്. കേട്ടപ്പോൾ തിരിഞ്ഞു. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ അത് ക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. ഉയർത്തെഴുന്നേറ്റ് മിശിഹാതമ്പുരാൻ്റെ ശബ്ദമാണ്. ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. മഹത്വപൂർണ്ണനായ ക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. അപ്പോൾ കേട്ടപ്പോൾ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. തിരിഞ്ഞപ്പോൾ കണ്ടു. ശബ്ദം കേട്ടു, വചനം കേട്ടു, കേട്ടപ്പോൾ തിരിഞ്ഞു, തിരിഞ്ഞപ്പോൾ കണ്ടു. ചില അത്ഭുതങ്ങൾ. എന്താണ്? ഇതുവരെ കണ്ട അനുഭവങ്ങളല്ല. യേശുവിനെ മുൾമുടിയേറ്റനായി കണ്ടത് ഓർമ്മയുണ്ട്. യേശു കന്നത്ത് അടിയേൽക്കുന്നത് കണ്ടത് ഓർമ്മയുണ്ട്. യേശു കുരിശ് നോക്കുന്നത് കണ്ടത് ഓർമ്മയുണ്ട്. യേശു കുരിശിൽ കിടന്ന് പിടയുന്നത് കണ്ടത് ഓർമ്മയുണ്ട്. സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മാതാവെന്ന് കന്യമാതാവിനെയും തന്നെയും ചേർത്ത് അനാഥരാകാതെ ഒരുമിപ്പിച്ചതായ ആ സംഭവം ഓർമ്മയുണ്ട്. അന്ന് കേട്ട ശബ്ദമല്ല, അതിനോട് തുല്യമായൊരു ശബ്ദം. മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. തിരിഞ്ഞാൽ കാണും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ഈ മഹാവലിയ അത്ഭുതം നിങ്ങൾക്ക് അനുഭവമാക്കിയെടുക്കണം. തിരിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ചില അത്ഭുതങ്ങൾ കാണാം. ചില അതിശയങ്ങൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വെറുതെ കേൾക്കുന്നതല്ലിത്. നിങ്ങൾക്ക് അനുഭവമാകും. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ചില അനുഭവങ്ങൾ, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതായ ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്കും അനുഭവിക്കാം. നിങ്ങൾ രോഗസൗഖ്യം അനുഭവിച്ചിട്ടുണ്ടാകും ചിലർ. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതല്ല, അത്ഭുതകരമായ ഒരു മനഃശാന്തിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഉള്ളത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ വചനം അസ്ത്രം പോലെ പാഞ്ഞ് കയറി വരികയാണ്. അസ്ത്രം പോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തറഞ്ഞിട്ട് നിങ്ങളുടെ ആളത്തിന് രൂപാന്തരപ്പെടുകയാണ്. ശരീരത്തിൽ രോഗം മാറുന്നു, ശരീരം രൂപാന്തരപ്പെടുന്നു. മനസ്സിലെ ആകുലം മാറുന്നു, മനസ്സിലെ അവലാതി മാറുന്നു, മനസ്സിലെ സംശയങ്ങൾ മാറുന്നു, സംശയ രോഗം മാറുന്നു. ഭാര്യയെ സംശയം, ഭർത്താവിന് സംശയം, ഈ സംശയങ്ങളെല്ലാം മാറുന്നു. അല്ലാത്തപ്പോൾ ഒരു കുഴപ്പമില്ല. അല്ലാത്തപ്പോൾ നല്ല മനുഷ്യൻ, ആർക്കും തോന്നുകയില്ല, കുഴപ്പമുള്ള ആളാണ് തോന്നുകയില്ല. പക്ഷേ ഭാര്യയുടെ കാര്യം ഓർക്കുമ്പോഴേക്കും സംശയം, ഭാര്യയോട് എപ്പോഴും വൈരാഗ്യം. എന്തിനാണ്?
പാവം സ്ത്രീയെ സംശയിക്കുകയാണ്. ഏതോ കൊള്ളരുതാത്ത ബന്ധമുണ്ട് അവൾക്കെന്ന് വെറുതെ സംശയിക്കുകയാണ്. വൃഥാ സംശയം, വ്യർത്ഥമായ സംശയം. അനേകരങ്ങനെയുണ്ട്. സംശയ രോഗമാണത്. അതൊരു പൈശാചിക ബാധയാണ്, ഒരു വലിയ ഭൂതബാധയാണത്. വേറെ ഒരു കുഴപ്പമില്ല. ഭാര്യയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഭർത്താവിനെക്കുറിച്ചാണ് സംശയം. ഇല്ലാത്തത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് വേണമെങ്കിൽ മൊബൈൽ ഫോൺ എടുത്ത് നോക്കും. ഭാര്യയ്ക്ക് ആരാണ് ആരൊക്കെയാണ് ഭാര്യ ഫോൺ വിളിച്ചത്, ഭർത്താവ് ആരെയാണ് ഫോണിൽ ബന്ധപ്പെട്ടത്, ഇതൊക്കെ ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കും. അത് പൈശാചികൻ്റെ പ്രവൃത്തിയാണ്, സുബോധമില്ലായ്മയാണ്. അതിന് വാസ്തവത്തിൽ പ്രാർത്ഥനയാൽ ഉപവാസത്താൽ മാത്രമേ ആ ജാതി ആളത്വത്തിൽ നിന്ന് മാറി പോവുകയുള്ളൂ. പക്ഷേ ശരീരത്തിലെ ആ രോഗം അത് മാറുന്നതിന് രോഗത്തിന് ചികിത്സ ആവശ്യമാണ്. അതെനിക്ക് ചികിത്സ ആവശ്യമില്ല എന്ന് പറയുകയല്ല വേണ്ടത്. എനിക്ക് രോഗമൊന്നുമില്ലെന്ന് പറയുകയല്ല വേണ്ടത്. അതിന് ചികിത്സ ആവശ്യമാണ്, ശരീരത്തിലെ രോഗം മാറാൻ. പക്ഷേ ആന്തരികമായി രോഗം മാറാൻ, പൈശാചിക ബാധ മാറാൻ പ്രാർത്ഥനയും ഉപവാസവും വേണം. ദൈവത്തിന് സ്തോത്രം. ശരീരത്തിലെ രോഗം മാറിയാലും ആന്തരികമായി ബാധ മാറുകയില്ല, ആന്തരികമായി ശാപം മാറുകയില്ല. അപ്പനോ അമ്മയ്ക്കോ ഇങ്ങനെയുള്ള രോഗം ഉണ്ടെങ്കിൽ അത് മക്കൾക്കും വന്നുകൂടാവുന്നതാണ്, മക്കൾക്കും വരാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ പേരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, എത്ര കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു. മക്കളെ സ്നേഹമില്ല, ഭാര്യയെ സ്നേഹമില്ല, അല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹമില്ല, വീട്ടിലെ ആളുകളെ സ്നേഹമില്ല, ആരെയും സംശയമാണ്. എപ്പോഴും അവിശ്വാസം, എപ്പോഴും അവിശ്വാസം. ഒരു നല്ല സാരി ഉടുത്തുകൊണ്ട് ഭാര്യ പള്ളിയിൽ പോയാൽ ഈ പാവം ചെറുപ്പക്കാരന് പേടിയാണ്. അവൾ വേറെ ആരെയോ കാണിക്കാൻ വേണ്ടിയാണ് നല്ല സാരി ഉടുത്തതെന്ന്. പാവം എന്തിനു സംശയിക്കുന്നു? സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള എത്രയോ കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തിരിയും, നിങ്ങളുടെ ആന്തരിക ബന്ധനങ്ങളെല്ലാം മാറും. യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് അവൻ്റെ ശബ്ദം കേട്ടാൽ, അവൻ്റെ ശബ്ദത്തിന് ചെവി കൊടുത്താൽ ആന്തരികമായി ബാധകൾ മാറും, ആന്തരികമായി ബന്ധനങ്ങൾ മാറും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. എന്താണ് ഉണ്ടായത്? തേജോമയനായ ക്രിസ്തുവിനെ കണ്ടു ചില അത്ഭുതങ്ങൾ കണ്ടു. അത്ഭുതങ്ങൾ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ഉള്ളം കൊണ്ട് എൻ്റെ കർത്താവേ, അങ്ങനെ ഒരു അനുഭവം ഈ ഭൂമിയിൽ വെച്ചുണ്ടെങ്കിൽ അത് എനിക്ക് തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് എനിക്ക് തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് നാളെയാക്കാൻ പാടില്ല എന്ന് പ്രാർത്ഥിക്കണം. അതെന്തിന് മോനെ, നീ എന്തിനാണ് അത് ആഗ്രഹിച്ചത്? കർത്താവേ, നിൻ്റെ മഹത്വത്തിനായി, നിൻ്റെ മഹത്വത്തിന് വേണ്ടി. എന്നെ കാണിക്കാനല്ല, എന്നെ ആരും കാണാനുമല്ല, എനിക്ക് ആരുടെ മുമ്പിൽ വിളങ്ങാനല്ല, ആരെ ശ്രദ്ധ പിടിച്ചു പറ്റാനല്ല. യേശുവേ, നിൻ്റെ മഹത്വത്തിന് വേണ്ടി നാഥ, ഈ ആയുസ് നിനക്ക് വേണ്ടി ചെലവഴിക്കപ്പെടാൻ അതിനുവേണ്ടി കൊതിച്ചുകൊണ്ട് ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. ഈ ഒരു അനുഭവം എനിക്ക് തരണമേ കർത്താവേ. എനിക്ക് തേജോമയനായ യേശുവിനെ കാണുന്നൊരു അനുഭവം, മഹത്വപൂർണ്ണനായ യേശുവിനെ കാണുന്നൊരു അനുഭവം എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. സാധിക്കും നിങ്ങൾക്ക്. ഇന്ന് പുതിയ മനുഷ്യരായിട്ട് എഴുന്നേറ്റ് പോകും. നിങ്ങളുടെ ജീവിതത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചില ദുഷ്ടപ്രാണികൾ വിട്ടുപോകും. നിങ്ങളുടെ ഹൃദയത്തിൽ നീറിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില അശുദ്ധ ബന്ധനങ്ങൾ മാറിപ്പോകും. നിങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുന്ന ചില അഴുക്കിൻ്റെ ആത്മാക്കൾ വിട്ടുപോകും. മദ്യപാനത്തിൻ്റെ ദുഷ്ടപിശാചങ്ങൾ വിട്ടുപോകും. കോപക്കലിയുടെ ദുഷ്ടപിശാചങ്ങൾ വിട്ടുപോകും. കോപം കൊണ്ട് കലി പൂണ്ട് വിറയ്ക്കുന്ന മനുഷ്യൻ കലിയിൽ വിറയ്ക്കുന്നു. എന്തിന് വലിയ കോപിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. കലി കൊണ്ട് വിറയ്ക്കുന്ന മനുഷ്യർ പല്ലി നിർമ്മുന്നു, ഇല്ലേ? ഉണ്ടല്ലോ, ചിലർ മുഷ്ടി ചുരുട്ടുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൈയെല്ലാം ഞെരിക്കുന്നു. കോപം വരുമ്പോഴാണ്. എന്തെങ്കിലും കണ്ടാൽ ഉടനെ എടുത്ത് എറിയുന്നു. കോപം വരുമ്പോഴാണ്. കോപഭ്രാന്താണത്. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് കോപഭ്രാന്തുണ്ട്, അനേകർ കാമഭ്രാന്ത്. ഇതെല്ലാം ദുരാത്മാക്കളാണ്. എല്ലാം ദുഷ്ടപിശാചികളുടെ കെണിയാണ്. ഇതെല്ലാം നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് മടുപ്പ് വന്നുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഹൃദയം തകരാത്തത്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം, കർത്താവേ, ഇങ്ങനെയുള്ളതായ എല്ലാ ദുരാത്മഭീതികളിൽ നിന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കണം. യോഹന്നാസ്ലീഹ അത് കേട്ടു. യോഹന്നാസ്ലീഹ ശബ്ദം കേട്ടു. യോഹന്നാസ്ലീഹ തിരിഞ്ഞപ്പോൾ കർത്താവായ യേശുവിനെ കണ്ടപ്പോൾ എന്തുണ്ടായി? എടുത്ത് വാക്കി. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. അവനെ കണ്ടിട്ട് തേജോമയനായ യേശുവിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതുപോലെയല്ല, ഇപ്പോൾ തേജോമയനായി കാണുകയാണ്. മഹത്വത്തിൻ്റെ തേജസ് അണിഞ്ഞവനായി കാണുകയാണ്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. ശബ്ദം, തിരുവചനം കേട്ടപ്പോൾ തിരിഞ്ഞപ്പോൾ കണ്ടപ്പോൾ വീണു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ കാൽക്കലങ്ങ് വീണു. എന്തൊരത്ഭുതം! ഏകാഗിയായി ഞാനിരുന്ന സമയത്ത് എൻ്റെ അരികിലേക്ക് വരാൻ അനേക കർത്താവ് തിരുവനസായല്ലോ. സഹോദരങ്ങളെ, നിങ്ങൾ ചിലർ ഏകാഗികളായിരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിലാരും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്.
ഒറ്റയ്ക്ക് നിങ്ങൾ ഏകാഗികളാണ്. ഓരോരുത്തരും. എൻ്റെ പ്രശ്നം കാണാൻ ആരുമില്ല, എൻ്റെ വേദന കാണാൻ ആരുമില്ല, എൻ്റെ പ്രതിസന്ധിക്ക് ഒരു ഉപശാന്തി തരാൻ ആരുമില്ല, എനിക്കൊരു സഹായം ചെയ്യാൻ ആരുമില്ല, എന്നോട് സഹതാപം കാണിക്കാൻ ആരുമില്ല, എൻ്റെ വേദന അറിയാൻ ആരുമില്ലല്ലോ. ഏകാകിത്വം നിങ്ങൾക്ക് അനേകർക്കുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ ഏകാഗിയായിപ്പോയല്ലോ. ഞാൻ ആരോട് പറയേണ്ടു? ആരെ സമീപിക്കേണ്ടു? എനിക്ക് സഹായം തരാൻ ആരുമില്ലല്ലോ. എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം തരാൻ ആരുമില്ലല്ലോ. ഏകാഗികളാണ് നിങ്ങൾ പലരും. ഏകാഗികൾ. ദൈവത്തിന് സ്തോത്രം. ഏകാന്തത മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദുരിതമാണ്. ഏകാന്തത. ആരുമില്ലെന്ന തോന്നൽ. എൻ്റെ പ്രശ്നം ഒന്ന് പങ്കുവയ്ക്കാൻ ആരുമില്ലല്ലോ. ഭാര്യയോട് പങ്കുവെച്ചാൽ അത് പ്രശ്നമായി തീരും, കൂടുതൽ പ്രശ്നമായി തീരും. ഭർത്താവിനോട് വന്ന് പറഞ്ഞു പോയാൽ കൂടുതൽ വീട്ടിൽ പ്രശ്നങ്ങളും ബഹളങ്ങളും ഉണ്ടാകും. ആരോട് പറയും? മാതാപിതാക്കളോട് പറയാൻ പറ്റുമോ? അധ്യാപകരോട് പറയാൻ പറ്റുമോ? അല്ല മക്കളോട് പറയാൻ പറ്റുമോ? ആരോട് പറയും? തുറന്നു പറയാൻ പറ്റി ആരുമില്ല എനിക്ക്. ഒന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. ഉള്ളിലുള്ളതെല്ലാം ഒന്ന് പുറത്ത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥത കിട്ടുമായിരുന്നു. ആരുമില്ല കേൾക്കാൻ. ദൈവത്തിന് സ്തോത്രം. കേൾക്കാൻ ആരുമില്ല. സ്നേഹിതരെ, നിങ്ങൾ ഏകാന്തതയിൽ വലയുന്നവരുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഏകാന്തതയിലാകുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ, യേശുവിനെ നിങ്ങൾ വിളിക്കൂ. എൻ്റെ കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിച്ച യാതനകളുടെ കാലങ്ങളിൽ നീ എൻ്റെ അരികത്തേക്ക് വന്നതല്ലേ? നീ എന്നെ സമീപിച്ചതല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുൻപ് അപ്പോസ്തലനായ യോഹന്നാൻ്റെ അരികിലേക്ക്, ഏകാഗിയായിരുന്ന യോഹന്നാൻ്റെ അരികിലേക്ക് നീ കടന്നു ചെന്ന് ആശ്വാസം പകർന്നതല്ലേ? നീ ഇന്നും ജീവിക്കുന്ന ദൈവമാണല്ലോ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണല്ലോ. ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. എനിക്കൊരു ആശ്വാസം തരണമേ, എനിക്കൊരു സമാധാനം തരണമേ. കർത്താവേ, എൻ്റെ ഏകാന്തത മാറ്റി തരണമേ. എൻ്റെ അരികിലേക്ക് നീ ഒന്ന് വന്നാൽ മതി. ആരെല്ലാം വന്നാലും എൻ്റെ ഭാരം മാറുകയില്ല. ആരെല്ലാം വന്നാലും എൻ്റെ പ്രശ്നം തീരുകയില്ല. യേശുവേ, നീ വന്നാലോ എല്ലാ പ്രശ്നങ്ങളും ആവിയായി പോയിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. യേശുക്രിസ്തുവിനോട് ഉള്ളു തുറന്ന് പറയണം. എന്തൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടോ എല്ലാം തുറന്നങ്ങ് പറയണം. വേറെ ആരും കേൾക്കണ്ട. പയ്യെ പറഞ്ഞാൽ മതി. ശബ്ദം പുറത്ത് വരാതെ പയ്യെ പറഞ്ഞാൽ മതി. ചുണ്ടനങ്ങിക്കൊള്ളട്ടെ, നാവ് ശബ്ദിച്ചു കൊള്ളട്ടെ, പക്ഷേ വേറെ ആരും കേൾക്കണ്ട. പയ്യെ നിങ്ങൾ പറഞ്ഞുകൊള്ളുക. യേശു അരികത്തുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞുകൊള്ളുക. അപ്പോൾ കാണാം യേശുവിൻ്റെ കരം നിങ്ങളുടെ മേൽ വയ്ക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ ഞാൻ വീണു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴെന്തുണ്ടായി? അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു. അപ്പോഴെന്തുണ്ടായി? വലം കൈ എൻ്റെ മേൽ വെച്ചു. സ്തോത്രം. എന്തൊരു ശക്തിയാണത്, ഈ വലം കൈ തൻ്റെ മേൽ വയ്ക്കുന്നത്. നമ്മുടെ മേൽ തൻ്റെ വലം കൈ വയ്ക്കുന്നത്. അനുഗ്രഹിക്കുന്ന കരം, തകർന്ന കരം, ആണിപ്പാടുള്ള കരം. ദൈവത്തിന് സ്തോത്രം. തിരക്തം ഒഴുകുന്ന കരം, പച്ചരക്തം ഒഴുകുന്ന കരം, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട കരം, ഞാൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ വഹിച്ച കരം, എൻ്റെ ചുമടുകൾ ഏറ്റുവാങ്ങിയ കരം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഈ കരത്തിൻ്റെ സ്പർശനം നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഏകാന്തതയിലിരുന്ന് അനുഭവിച്ചിട്ടുണ്ടോ? ആ കരം നിങ്ങളുടെ കണ്ണ് തുടയ്ക്കുന്ന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, എൻ്റെ പുറമേ കണ്ണുനീരില്ലെങ്കിലും എൻ്റെ അകം കരയുകയാണ്. അത് നിനക്കറിയാമല്ലോ. എൻ്റെ ഉള്ളിൽ കരയുകയാണ്. എൻ്റെ മനസ്സ് വല്ലാതെ ചാഞ്ചാടുകയാണ്. മനസ്സ് ചാഞ്ചല്യം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിടികിട്ടാത്ത രീതിയിൽ ഞാൻ താണുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്തും പിടി കിട്ടുന്നില്ല കർത്താവേ. എവിടെയെങ്കിലും ഒന്ന് പിടിച്ചാൽ മതിയായിരുന്നു, കയറിപ്പോകായിരുന്നു. എങ്ങും പിടുത്തം കിട്ടുന്നില്ല. എവിടെ ഞാൻ പിടിക്കും കർത്താവേ? ഞാൻ ആരെ ആശ്രയിക്കും? ആരോട് ഉള്ളു തുറന്ന് പറയും? കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ വലം കൈ വയ്ക്കണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മേൽ നിൻ്റെ വലം കൈ വയ്ക്കണമേ. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ നിനക്കേ കഴിയുകയുള്ളൂ. ലോകത്തൊരു മനുഷ്യന് സാധിക്കുകയില്ല. ലോകത്ത് ഒരു കൂട്ടായ്മയ്ക്കും സാധിക്കുകയില്ല. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിനും എൻ്റെ പ്രശ്നം മാറ്റാൻ കഴിയുകയില്ല. പക്ഷേ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു ജീവിക്കുന്ന ക്രിസ്തുവിന് എൻ്റെ പ്രശ്നം മാറ്റാൻ കഴിയും. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിന് എൻ്റെ പ്രശ്നം മാറ്റാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ പലരും ധരിച്ചിരിക്കുന്നു ഈ യോഹന്നാൻ സാറിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന്. സാറിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കറിയാമോ, നല്ലപോലെ പ്രശ്നങ്ങളുണ്ട്. നല്ലപോലെ മനസ്സിലെ ആകുലങ്ങളുണ്ട്. നല്ലപോലെ നിങ്ങൾക്ക് പലർക്കും അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. എന്നെ വളരെ അടുത്തറിയാവുന്നവർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. മനസ്സ് ചിലപ്പോഴെല്ലാം വിമ്മിഷ്ടപ്പെടും, ചിലപ്പോഴെല്ലാം വീർപ്പ് മുട്ടും, ചിലപ്പോഴെല്ലാം ഭാരപ്പെട്ട് ഞരങ്ങും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോഴെല്ലാം ഏങ്ങലടിക്കും. ദൈവത്തിന് സ്തോത്രം. ഒറ്റയ്ക്കിരുന്ന് ഏങ്ങലടിക്കുമ്പോൾ എനിക്കറിയാം അത്യുന്നതൻ്റെ അരികിലേക്ക് വരുന്നത്. എനിക്കറിയാം സർവശക്തൻ്റെ കരം എന്നെ തലോടുന്നത്. എനിക്കറിയാം ഇത്ര സ്നേഹമായി അവൻ എന്നെ ചേർത്തുണയ്ക്കുന്നത്. എനിക്കറിയാം അവരെൻ്റെ കണ്ണുനീര് തുടച്ചു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ തികഞ്ഞവനായില്ല. നല്ല ഉറപ്പോടെ ഞാൻ പറയുന്നത്, ഞാൻ തികഞ്ഞവനായില്ല. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും
മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. എനിക്കൊരു ലാക്കുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. പിറകിലുള്ളതെല്ലാം ഞാൻ മറക്കുന്നു. പിറകിലെ പാപങ്ങൾ മറക്കുന്നു, പിറകിലെ പരാജയങ്ങൾ മറക്കുന്നു, പിറകിലെ അവിവേകങ്ങൾ മറക്കുന്നു, പിറകിലെ അബദ്ധങ്ങൾ മറക്കുന്നു, പിറകിലെ മണ്ടത്തരങ്ങൾ മറക്കുന്നു. എൻ്റെ കർത്താവേ, പിറകിൽ വന്നു പോയ എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ ഞാൻ മറക്കുന്നു. എല്ലാം പിറകിൽ തെറ്റുകളെല്ലാം പിറകിലേക്ക് മാറ്റുന്നു. മുമ്പിലെ വിജയത്തിലേക്ക് ഞാൻ ആഞ്ഞു നിൽക്കുന്നു. മുമ്പിലെ വിജയത്തിലേക്ക് ഞാൻ കുതിച്ച് നീങ്ങുന്നു. ഇനി മുമ്പിലൊരു വിജയമുണ്ട്, മുമ്പിലൊരു പ്രത്യാശയുണ്ട്. മുമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ലാക്കിലേക്ക് ഓടാൻ പറ്റുന്നത്? അപ്പോസ്തലന് ഒരു ലക്ഷ്യമുണ്ടായി. പൗലോസ്ലിയുടെ കാര്യമാണ് പറയുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിലാണ് പറയുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞ വാക്യം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ പറയും, ഞാനിത് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായി യെരൂശലേമിലേക്ക് പോകുന്നു. ഐ ആം ഇറസിസ്റ്റബിളി റോൺ ഔട്ട്. ഞാൻ അപ്രതിരോധ്യനായി തടുക്കാൻ വയ്യാത്തവണ്ണം ഞാൻ ഡ്രോൺ ഔട്ട് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ ഞാൻ ബന്ധിക്കപ്പെട്ടനായി പോകുകയാണ്. ഐ ആം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളി ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ വലിച്ചു കൊണ്ടുപോകുന്നു. പരിശുദ്ധാത്മാവിനെ തടുക്കാനാവാത്ത വിധത്തിൽ, തടുക്കാൻ പറ്റാത്ത വിധത്തിൽ എന്നെ വലിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ഐ ആം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളി ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ ഞാൻ അപ്രതിരോധ്യനായി, ഞാൻ വലിച്ചു കൊണ്ടുപോകപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോവുകയാണ്. കഷ്ടങ്ങളും ഞെരുക്കങ്ങളും, എന്താണ് വായിക്കാം, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു, എനിക്കായി അവിടെ കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. അവിടെ എനിക്ക് നേരിടാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എനിക്കൊന്നും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എനിക്കൊന്നറിയാം. ബന്ധനങ്ങൾ വരും, കഷ്ടങ്ങൾ വരും. പക്ഷേ എന്തൊക്കെയാണ് സംഭവിക്കും, മരണമാണോ വരാൻ പോകുന്നത് എനിക്കറിയാൻ പാടില്ല. എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എനിക്കറിയാൻ പാടില്ല. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നില്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. പക്ഷേ എനിക്കൊരു വലിയ ബോധ്യമുണ്ട്, ഒരു വലിയ നിർണയമുണ്ട്, എനിക്കൊരു വലിയ ഉറപ്പുണ്ട്, എനിക്കൊരു വലിയ സമർപ്പണമുണ്ട്. എന്താണത്? എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു എന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. യേശു തന്ന ശുശ്രൂഷയും തയ്ക്കണമെന്ന് എനിക്കുള്ളൂ. എൻ്റെ ഓട്ടം തയ്ക്കണം, ശുശ്രൂഷ തയ്ക്കണം, അതേ എനിക്കുള്ളൂ. എൻ്റെ ഓട്ടം തയ്ക്കണം, ശുശ്രൂഷ തയ്ക്കണം, വേറൊന്നും വേണ്ട. ചുരുങ്ങിയൊരായുഷ്കാലൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ ഓട്ടം ഓടി തയ്ക്കണം, ശുശ്രൂഷ തയ്ക്കണം, എന്നെ ഏൽപ്പിച്ചൊരു വേലയുണ്ട്, അത് തയ്ക്കണം, മാത്രം മതി. എൻ്റെ ഓട്ടവും കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അവൻ്റെ സത്യസുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തയ്ക്കണമെന്നേ എനിക്കുള്ളൂ. വേറെ എനിക്ക് ലക്ഷ്യമില്ല. സ്നേഹിതരെ, ഇപ്പോൾ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ, നിങ്ങളുടെ ഓട്ടം തികച്ചിട്ടുണ്ടോ? നിങ്ങൾ ശുശ്രൂഷ തികച്ചിട്ടുണ്ടോ? നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കർത്താവ് കൊണ്ടുവന്നപ്പോൾ കർത്താവ് ചിലതെല്ലാം നിങ്ങൾ ആശ വെച്ചിട്ടുണ്ട്, ചില പ്രതീക്ഷകൾ നിങ്ങൾ വെച്ചിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ച് ചില പ്രതീക്ഷകൾ കർത്താവ് പുലർത്തിയിട്ടുണ്ട്, കർത്താവ് നിങ്ങൾ ആശ വെച്ചിട്ടുണ്ട്. ഈ മകള് ഈ ഭൂമിയിലേക്ക് വന്നാൽ അവളിൽ നിന്നുകൊണ്ട് എനിക്ക് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. അവളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നുകൊണ്ട് ചിലരെ വീണ്ടെടുക്കാൻ എനിക്ക് സാധിക്കും. അവളുടെ വിശുദ്ധ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ സാധിക്കും. അവൾ ഒരാളുടെ ജീവിത വിശുദ്ധിയിൽ ഊന്നി നിന്നുകൊണ്ട് അവരുടെ മക്കളെയും തലമുറകളെയും വീണ്ടെടുക്കാൻ സാധിക്കും. എനിക്ക് വേണ്ടി ഒരാൾ സമർപ്പിച്ചാൽ അവൻ്റെ മേൽ നിന്നുകൊണ്ട് എനിക്കൊരു സമൂഹത്തെ വീണ്ടെടുക്കാൻ സാധിക്കും. അന്ധകാരത്തിൽ പോകുന്ന ഒരു കൂട്ടം ജനം, തിരിച്ചറിവില്ലാത്തൊരു കൂട്ടം ജനം, ഇടത്തേത് വലത്തേത് അതറിയാൻ പാടില്ലാത്ത ജനം, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത ജനം, സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത ജനം, ഈ ജനത്തെ സത്യവഴിയിൽ നടത്താൻ എനിക്കൊരു പരിപാടിയുണ്ട്. അത് ഈ മകനിൽ നിന്നുകൊണ്ട് ചെയ്യാം. ഈ ആശയോടെയാണ് മകനെ നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഇത്രയും കാലം നിന്നെ അവൻ പോറ്റി പുലർത്തി. മരണം വന്ന് വടുവാതിൽ മുട്ടിയപ്പോഴും മരണം നിന്നെ പിടികൂടാതെ നിന്നെ നിർത്തിയത് എന്തിനാണ്? അവൻ്റെ വേല തയ്ക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. നീ ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത് എന്തിനാണ്? അവൻ്റെ വേല തയ്ക്കാനാണ്, നിൻ്റെ ശുശ്രൂഷ തയ്ക്കാനാണ്. മോളെ, നിൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ നിന്നെ ഇതുവരെയും ജീവിപ്പിച്ചത് എന്തിനാണ്? ആയുസ് നീട്ടി തന്നത് എന്തിനാണ്? പ്രതിസന്ധികളോട് കടന്നു പോയപ്പോൾ നിനക്ക് ആശ്വാസം കൊണ്ടുവന്നത് എന്തിനാണ്? നിന്നിൽ ചവിട്ടി ഊന്നി എന്നുകൊണ്ട് ഒരു ജനസമൂഹത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കാനുള്ള ദൈവത്തിൻ്റെ അഗാധമായ ആഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്കങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനത്തിലേക്ക് വരാൻ പറ്റുമോ? ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഹൃദയം താഴ്ത്താൻ പറ്റുമോ?
ദൈവത്തോട് വാക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, എനിക്കെൻ്റെ ഓട്ടം തയ്ക്കണം, എനിക്കെൻ്റെ ശുശ്രൂഷ തയ്ക്കണം. കർത്താവേ, എന്നെ ഞാൻ നിനക്ക് തരികയാണ്, ആയിരിക്കുന്ന പ്രകാരം തരികയാണ്. ഞാൻ ആയിരിക്കുന്നത് പോലെ ഞാൻ നിനക്ക് തരുന്നു, ആകേണ്ടതുപോലെ എന്നെ ആക്കി തീർക്കണമേ. ഞാൻ ഉള്ള പ്രകാരം തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു. ഞാൻ ആകേണ്ടതുപോലെ എന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കണമേ. ഞാൻ ആകേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയാം, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ആയിരിക്കുന്ന പ്രകാരം ഉള്ള അവസ്ഥയിൽ ബലഹീനതകളോടുകൂടെ, എൻ്റെ ദുസ്വഭാവങ്ങളോടുകൂടെ, എൻ്റെ ജീവിതത്തിലെ തിന്മകളോടുകൂടെ, എൻ്റെ ജീവിതത്തിലുള്ളതായ ദുഷ്കർമ്മങ്ങളോടുകൂടെ, എൻ്റെ ജീവിതത്തിൽ വിട്ടുമാറാത്ത ചില ശാപങ്ങളോടുകൂടെ ആയിരിക്കുന്ന പ്രകാരം ഇതാ ഞാൻ എന്നെ നിൻ്റെ കുരിശിൻ്റെ വീട്ടിലേക്ക് അർപ്പിക്കുന്നു. നാഥ, എന്നെ നീ തൊടണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ, എന്നെ വാഴ്ത്തി വിശുദ്ധീകരിച്ചെടുക്കണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കിപ്പോൾ തലകൾ വണക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എന്നെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, നിൻ്റെ വേല തയ്ക്കാൻ, നിൻ്റെ ശുശ്രൂഷ തയ്ക്കാൻ എന്നെ ഈ ഭൂമിയിൽ നീ കൊണ്ടുവന്ന് ആക്കിയതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ നിവർത്തിക്കുവാനായി എന്നെ നിനക്ക് ഞാൻ തരുന്നു. കർത്താവേ, എന്നെ വിശുദ്ധനാക്കണമേ, ഒരു വിശുദ്ധ പൈതലാക്കി തീർക്കണമേ, ഒരു വിശുദ്ധ പുരുഷനാക്കി തീർക്കണമേ, ഒരു രഹസ്യ വിശുദ്ധനാക്കി തീർക്കണമേ. യേശുവേ, എന്നെ ഒരു രഹസ്യ വിശുദ്ധിയാക്കി തീർക്കണമേ, ഒരു ശുദ്ധിമതിയായ സ്ത്രീയാക്കി എന്നെ മാറ്റണമേ, കുടുംബത്തിൻ്റെ വിളക്കാക്കി എന്നെ മാറ്റണമേ, എൻ്റെ ഭർത്താവിന് ആശ്വാസമാക്കി എന്നെ തീർക്കണമേ, എൻ്റെ മക്കൾക്ക് വിലപ്പെട്ട നിധിയാക്കി എന്നെ മാറ്റണമേ, വരുംകാല തലമുറയിലേക്ക് നിധി പകരുന്ന അനുഗ്രഹത്തിൻ്റെ കൊടുമുടിയാക്കി എന്നെ മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം.